ഇപ്പോൾ നമ്മൾ ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്ന സമയം നോക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് RC തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഈ ദേവദത്തത്തിൻ്റെ മുന്നിലായിരുന്നു എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് കുറച്ച് സമയം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് RC എവിടെയായിരുന്നു? നമ്മളിപ്പോൾ ഓണത്തെപ്പറ്റി സംസാരിക്കുന്നു. മറ്റു രാഷ്ട്രീയ ചേച്ചിയാണോ വിളിച്ചത്? തൽക്കാലം ഈ പ്രഖ്യാപനം വരുമ്പോ ആദ്യം ഇല്ല, ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണോ? അല്ല, നിശബ്ദനായിരിക്കും. അങ്ങോട്ട് വിളിക്കുന്ന എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ല. പക്ഷേ എപ്പോഴും ഒരു പ്രസംഗം കഴിഞ്ഞാലും ഏതെങ്കിലും ഒക്കെയുള്ള രാഷ്ട്രീയമായാലും വിഷയങ്ങൾ വന്നാലും ഒരു പ്രതിസന്ധി വന്നാലും ഒക്കെ ആദ്യം വിളിക്കുന്ന ചേച്ചിയാണെന്നാണല്ലോ പറയുന്നത്. അതിലൊരു വസ്തുതയില്ലേ? അങ്ങനെ ഒരു വസ്തുതയില്ലേ? വിളിക്കാറുണ്ടോ? മോഹൻലാൽ പറഞ്ഞത് ഭാര്യയെ 6-7 തവണ ദിവസം വിളിക്കുന്നുണ്ടെന്നാണ്. മോഹൻലാലിന്റെ മകള് വന്നപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ദിവസം എന്നെ വിളിച്ചോളൂ. ഇപ്പോ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് ഉള്ളിലുള്ള ഒരേ ഒരു വിഷമം എന്ന് പറയുന്നത് CM ആയി ഇങ്ങനെ RC പെർഫോം ചെയ്യുന്നത് കാണാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം CM ഉണ്ടായിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം എന്തെങ്കിലും സാധിക്കാൻ അതിനുള്ള സാധ്യതയുണ്ടോ? ഇന്ന സ്ഥാനം കിട്ടിയെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളതൊന്നുമില്ലല്ലോ. പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ കണ്ടാൽ മതി. RC മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം നടക്കുമോ? അതൊക്കെ വരട്ടെ, സമയമുണ്ടല്ലോ. ശുഭാപ്തി വിശ്വാസിയാണ്. എന്താ മോന്റെ രോഹൻ ചിഹ്നത്തിലേക്ക് എന്താ പ്രശ്നം? എന്ത് ചൂടെടുക്കുന്നോ? അതോ അച്ഛൻ ഇപ്പം മതിയെന്ന് പറയാണോ? ആന്റി കുറച്ചുകൂടി ചോദിക്കട്ട്. ചോദിച്ചോട്ടെ. എനിക്കിതാ ഇനി കുറച്ച് സമയം തരത്തോളെന്നാ പറഞ്ഞു. കുറച്ചുകൂടി സമയം മേടിച്ചു തരണേ. മേടിച്ചു തരുമോ? RCPനെ ഇപ്പോ നോക്കൂ, ഓണം എന്ന് പറയുന്നത് ഓണ പരീക്ഷയുടെ കൂടി കാലമാണല്ലോ. ഈ സർക്കാരിനെ സംബന്ധിച്ച് നോക്കിയാൽ 3 മാസം 100 ദിവസം പിന്നിടാൻ പോവുകയാണ്. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് RC എത്ര മാർക്ക്? അല്ല, ഇത് നല്ല പ്രവർത്തനമല്ലേ? ആർക്കും എതിർപ്പ് പറയാൻ കഴിയാത്ത 3 മാസം എന്ന് പറയുന്ന ഒരു പീരീഡ് അല്ലല്ലോ. ആളുകൾക്ക് സമയം വിലയിരുത്താറായിട്ടില്ല. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പല മന്ത്രി ഓഫീസുകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അങ്ങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മാർഗ്ഗരാമൊന്നും ആയിട്ടില്ല, വരട്ടെ. പക്ഷേ എല്ലാം ഇപ്പം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. ആഭ്യന്തര വകുപ്പിന് എത്ര മാർക്ക് ഇടും? ഞാനൊരു മാർക്ക് വിടുന്നില്ല. ഇല്ലേ? ജനങ്ങളാണ് ഇടേണ്ടത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കോ? അതാ പറഞ്ഞത്, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. 3 മാസമല്ലായോ? 1 മാസം ആയിട്ട് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെതായ സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ട്. ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ മാർക്കിടട്ടെ, നമ്മളല്ല മാർക്കിടേണ്ടത്. ഇനി ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം, നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാരും ഗുണ്ടകളെയും അടിച്ചമർത്തുക. അതേസമയം തന്നെ ജനങ്ങളുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരാണെങ്കിലും ശരി, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള തകർച്ച സമൂഹത്തിനുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഇങ്ങനെ ഒരു സമാധാനപൂർണ്ണമായ ജീവിതം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല. അത് നമ്മൾ നിറവേറ്റും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.